ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം കാൺപൂരിലെ ഗ്രീൻ പാർക്ക് സ്റ്റേഡിയത്തിൽ മൂന്നാമത്തെ ദിവസവും മഴ വില്ലനായതുകൊണ്ട് മുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടെസ്റ്റിനെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങളൊന്നും പങ്കുവയ്ക്കാനില്ലാത്തത് കൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്ന IPL റീടെൻഷൻ പോളിസി അല്ലെങ്കിൽ ഈ വർഷം വരാൻ പോകുന്ന 2025 IPL എങ്ങനെയാണ് ഓരോ ഫ്രാഞ്ചൈസികൾക്കും അവരുടെ താരങ്ങളെ നിലനിർത്താൻ സാധിക്കുക എന്നതിനെ പറ്റിയുള്ള ഒരു ചെറിയ ഔട്ട്ലൈൻ പുറത്തു വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ BCCI പുറത്തുവിട്ടിരിക്കുന്ന ഈ ഒരു താരങ്ങളെ നിലനിർത്താനുള്ള ഒരു റീടെൻഷൻ പോളിസി അനുസരിച്ചിട്ട് ഓരോ ഫ്രാഞ്ചൈസികൾക്കും 6 താരങ്ങളെയാണ് നിലനിർത്താൻ സാധിക്കുക. ആ 6 താരങ്ങൾ എന്ന് പറയുന്നത് 5 ക്യാപ്ഡ് താരങ്ങളും 2 അൺക്യാപ്ഡ് താരങ്ങളും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 5 ക്യാപ്ഡ് താരങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തിന് വേണ്ടി ഇന്റർനാഷണൽ ലെവലിൽ അവരുടെ രാജ്യത്തിന് വേണ്ടി റെപ്രസെൻറ്റേറ്റ് ചെയ്തിരിക്കുന്ന, അത് ടെസ്റ്റിലോ 1 ഡേയിലോ 2020 പങ്കെടുത്തിരിക്കുന്ന താരങ്ങളെയാണ് ക്യാപ്ഡ് താരങ്ങൾ എന്ന് പറയുന്നത്. ഇനി അൺക്യാപ്ഡ് താരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിൽ കളിക്കാത്ത താരങ്ങൾ, ഇതുപോലെ തന്നെ 2020 ഏകദിനം അല്ലെങ്കിൽ ടെസ്റ്റ് ഈ മത്സരങ്ങളിലൊന്നും പങ്കെടുക്കാത്ത താരങ്ങളെയാണ് അൺക്യാപ്ഡ് താരങ്ങൾ എന്നുള്ള ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 6 താരങ്ങളെ നിലനിർത്താം എന്ന് പറയുമ്പോൾ അത് വേണമെങ്കിൽ ഈ RTM എന്ന് പറയുന്ന ഓപ്ഷനും ഉപയോഗിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ റീടെൻഷൻ പോളിസി ഉപയോഗിച്ച് നിലനിർത്താൻ സാധിക്കും. RTM ഉപയോഗിച്ച്, അതായത് റൈറ്റ് ടു മാച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ റൈറ്റ് ടു മാച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണെന്ന് ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. വീണ്ടും ഞാൻ ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണെന്നുള്ളത്. അതിനു മുമ്പ് നമുക്ക് ഈ 6 താരങ്ങളെ എങ്ങനെയാണ് നിലനിർത്താൻ, അല്ലെങ്കിൽ എത്ര രൂപയാണ് അവർക്ക് അതിൽ കൊടുക്കേണ്ടി വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. എന്നിട്ട് നമുക്ക് RTMലേക്ക് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ വർഷത്തെ ഈ 2025 ആ ഒരു IPLലേക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഓരോ ടീമിനും വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പേഴ്സിൽ ഉണ്ടാകുന്ന തുക എന്ന് പറയുന്നത് 120 കോടി രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് 120 കോടി, കഴിഞ്ഞ IPL എല്ലാം 100 കോടിയായിരുന്നു, അത് 120 കോടിയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 120 കോടിക്കുള്ളിലാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ ഈ 6 താരങ്ങൾ എന്ന് പറയുന്നത് അത് ക്യാപ്ഡ് താരങ്ങൾ 5 എന്ന് പറയുമ്പോൾ ഈ 5 ക്യാപ്ഡ് താരങ്ങളെ വേണമെങ്കിൽ 5 പേരെയും ഇന്ത്യൻ താരങ്ങളെ നിലനിർത്താനായിട്ട് സാധിക്കും. അതല്ല 5 വിദേശ താരങ്ങളെ, ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരുടെ ഒരു സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള ഇന്ത്യൻ താരങ്ങളാണുള്ളത്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ആ 5 ഇന്ത്യൻ താരങ്ങളെ, ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ ഉണ്ട്, സൂര്യകുമാർ യാദവ് ഉണ്ട്, ജസ്പ്രീത് ബുംറയുണ്ട്, രോഹിത് ശർമ്മയുണ്ട്, ഇവരെ എല്ലാവരെയും വേണമെങ്കിൽ ഇതിൽ നിലനിർത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഈ 5 ക്യാപ്ഡ് താരങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ. ഇനി അത് തന്നെ 5 ഫോറിൻ താരങ്ങൾ, അതായത് വിദേശ താരങ്ങളെ വേണമെങ്കിൽ നിലനിർത്താം. ഇപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നല്ല ഒരുപാട് വിദേശ താരങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഈ 5 പേരെയും വിദേശ താരങ്ങളെ നിലനിർത്താം എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി അൺക്യാപ്ഡ് താരങ്ങൾ എന്ന് പറയുന്നത്, അൺക്യാപ്ഡ് താരങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇന്ത്യക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്യാത്ത താരങ്ങളെയാണ് അൺക്യാപ്ഡ് താരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ താരങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത് 4 കോടി രൂപയാണ്. അത് വേണമെങ്കിൽ 2 താരങ്ങളെ അങ്ങനെ നിലനിർത്താം എന്ന് പറയുന്നുണ്ട്. ഇനി ഈ ക്യാപ്ഡ് താരങ്ങളുടെ അവരുടെ ഒരു എമൗണ്ട് എത്രയാണ്, അവർക്ക് എത്രയാണ് ഒരു ക്യാപ്പിംഗ് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം വരുന്ന ഒരു താരത്തിന് 18 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. രണ്ടാമത് വരുന്ന ഒരു താരത്തിന് 14 കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. മൂന്നാമത് വരുന്ന ഒരു താരത്തിന് 11 കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇനി 4ാമത് വരുന്ന ഈ ക്യാപ്ഡ് താരം എന്ന് പറയുന്ന ആ ഒരാൾക്ക് വേണ്ടി മാറ്റിവെച്ച് വീണ്ടും 18 കോടി രൂപയാണ്. 5ാമത് വരുന്ന താരത്തിനാണെങ്കിലോ 14 കോടി രൂപയാണ്. അത് കൂടാതെയാണ് ഈ അൺക്യാപ്ഡ് താരത്തിന് ഒരു 4 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ ആദ്യ താരത്തിന് 18, പിന്നെ 14, പിന്നെ 11, പിന്നെ വീണ്ടും 18, വീണ്ടും 14, ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ടോട്ടലി ഈ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 79 കോടി രൂപയാണ് ഈ 6 താരങ്ങളെ നിലനിർത്താനായിട്ട് ഒരു ഫ്രാഞ്ചൈസിക്ക് ചെലവാക്കേണ്ടി വരിക. എന്ന് വെച്ചാൽ ആകെ പേഴ്സിലുള്ളത് 120 കോടി രൂപയാണ്. അപ്പോൾ 79 കോടി രൂപ നമ്മൾ ചിലവാക്കി കഴിഞ്ഞാൽ ബാക്കി ഈ മെഗാ ഓപ്ഷൻ നടക്കുന്ന സമയത്ത് ആ ഫ്രാഞ്ചൈസിയുടെ പേഴ്സിലുണ്ടാവുക 41 കോടി രൂപ മാത്രമായിരിക്കും. അപ്പോൾ ഓരോ ടീമിലും 20 താരങ്ങളും വെച്ച് മിനിമം ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള 14 താരങ്ങളെ സ്വന്തമാക്കാനായിട്ട് ഈ മെഗാ ഓപ്ഷന്റെ സമയത്ത് ഒരു ഫ്രാഞ്ചൈസിയുടെ കയ്യിലുണ്ടാവുക വെറും 41 കോടി രൂപ മാത്രമായിരിക്കും എന്നുള്ളതാണ് ഇതിലൊരു ക്യാച്ച് എന്ന് പറയുന്നത്. അതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി ഈ അൺക്യാപ്ഡ് താരങ്ങളുടെ ലിസ്റ്റിൽ ഇപ്പോൾ MS ധോണി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതെങ്ങനെയാണ് MS ധോണി, കാരണം MS ധോനി ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ടുള്ള ആളാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ അൺക്യാപ്ഡ് പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ BCCIയുടെ ഒരു പോളിസി അനുസരിച്ച്, ഇതൊരു പഴയ പോളിസിയാണ്, പിന്നീട് അത് എടുത്തു കളഞ്ഞു, വീണ്ടും അത് കൊണ്ടുവന്നതാണ്. അതനുസരിച്ചിട്ട് 5 വർഷമായിട്ട് ഇന്ത്യക്ക് വേണ്ടി കളിക്കാത്ത താരങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൽ നിന്ന് റിട്ടയർ ചെയ്ത താരങ്ങൾ,
അവർക്ക് വേണമെങ്കിൽ ഈ അൺക്യാപ്ഡ് പ്ലെയേഴ്സിന്റെ ലിസ്റ്റിൽ വരാമെന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ ടീമിൽ 5 വർഷമായിട്ട് കളിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ BCCയുടെ ഈ സെൻട്രൽ കോൺട്രാക്റ്റിൽ വരാതിരിക്കുകയോ ചെയ്യുന്ന താരങ്ങളെ അൺക്യാപ്ഡ് താരങ്ങളിൽ പെടുത്താമെന്നുള്ളതാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് 4 കോടി രൂപയ്ക്ക് മഹേന്ദ്ര സിംഗ് ധോണിയെ നിലനിർത്താം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞു RTM എന്ന് പറയുന്നത് റൈറ്റ് ടു മാച്ച് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഈ 5 ക്യാപ്ഡ് താരങ്ങളെ വേണമെങ്കിൽ എല്ലാവരെയും RTM ചെയ്ത് സ്വന്തമാക്കാനായിട്ട് ഒരു ടീമിന് സാധിക്കും, അല്ലെങ്കിൽ റീടെൻഷനിലൂടെയും നിലനിർത്താനായിട്ട് സാധിക്കും. ഈ RTM റൈറ്റ് ടു മാച്ച് എന്ന് ഞാൻ ഇതിനു മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പക്ഷെ ഒന്നും കൂടെ പറയാം, ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ ഇഷാൻ കിഷൻ എന്ന് പറയുന്ന മുംബൈ ഇന്ത്യൻസിന്റെ ഒരു താരം, അദ്ദേഹത്തിനെ അവർ ഓപ്ഷനിലേക്ക് വിടുകയാണ്. അപ്പോൾ ഓപ്ഷനിലേക്ക് വിട്ട് അവർ റിട്ടേൺ ചെയ്തില്ല, അവർ ഓപ്ഷനിലേക്ക് വിടുകയാണ്. ആ ഓപ്ഷനിലേക്ക് വിടുന്ന സമയത്ത് അദ്ദേഹത്തിനെ മറ്റൊരു ഫ്രാഞ്ചൈസി, ഇപ്പോൾ എക്സാമ്പിൾ ഡൽഹി ക്യാപിറ്റൽസ് ഒരു 10 കോടി രൂപയ്ക്ക് അവർ ലേലത്തിൽ അദ്ദേഹത്തിനെ വിളിച്ചെടുത്തു എന്ന് വിചാരിക്കുക. ആ സമയത്ത് വേണമെങ്കിൽ മുംബൈക്ക് ആ 10 കോടി കൊടുത്തുകൊണ്ട് RTM റൈറ്റ് ടു മാച്ച് എന്ന് പറയുന്ന കാർഡ് പൊക്കി കാണിച്ചുകൊണ്ട് അവരുടെ ടീമിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവരാം എന്നുള്ളതാണ്. ഇതിനു മുമ്പും ഇതുപോലെയുള്ള ഓപ്ഷനുകളിൽ പലപ്പോഴും ഈ മുംബൈ തന്നെ കരൺ പൊള്ളാർഡിനെയും കൃണാൽ പാണ്ഡ്യനെയൊക്കെ അങ്ങനെ സ്വന്തമാക്കിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെ ഒരു പോളിസി ഉണ്ടായിരുന്നില്ല, ഈ RTM ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും അത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി ഇതിൽ ഒരു ചെറിയൊരു വ്യത്യാസം ഈ വർഷം കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ RTM എന്ന് പറയുന്ന ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു 10 കോടി രൂപയ്ക്ക് ഇഷാൻ കിഷനെ ഡൽഹി ക്യാപിറ്റൽസ് സ്വന്തമാക്കി കഴിഞ്ഞാൽ അത് RTM ഉപയോഗിച്ച് മുംബൈയുടെ താരമായതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ അത് സ്വന്തമാക്കാമെന്ന് പറഞ്ഞു. അപ്പോഴും ഈ ഓപ്ഷനർ വീണ്ടും ഒരു ചോദ്യം ഡൽഹി ക്യാപിറ്റൽസിനോട് ചോദിക്കും, നിങ്ങൾ 10 കോടിക്ക് മുകളിൽ കൊടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കും ഡൽഹി ക്യാപിറ്റൽസിന്. അങ്ങനെ കൊടുക്കാൻ തയ്യാറാണ് എന്ന് അവർ പറയുകയാണെങ്കിൽ വീണ്ടും അദ്ദേഹത്തിന്റെ ആ ഒരു ഓപ്ഷനിൽ അദ്ദേഹത്തിന്റെ വില കൂടുമെന്നുള്ളതാണ്. അപ്പോൾ അവർ പറയാണ് ഞങ്ങളൊരു 12 കോടിക്ക് സ്വന്തമാക്കാനായിട്ട് തയ്യാറാണ് ഡൽഹി ക്യാപിറ്റൽസ് പറയുവാണെങ്കിൽ, അപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ അടുത്ത് വീണ്ടും ചോദിക്കും, നിങ്ങൾ 12 കോടിക്ക് നിങ്ങൾ ഈ RTM ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തിനെ ഇഷാൻ കിഷനെ ടീമിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ തയ്യാറാണോ എന്നുള്ളത്. അങ്ങനെ അവർ തയ്യാറാണെങ്കിൽ അവർക്ക് കൊടുക്കും, തയ്യാറല്ലെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസിന് പോകും എന്നുള്ളതാണ്. ഇതാണ് ഈ റൈറ്റ് ടു മാച്ച് എന്ന് പറയുന്ന ഒരു ഇത് പറയുന്നത്. ഈ 5 ക്യാപ്ഡ് താരങ്ങളുടെ കാര്യത്തിൽ അത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. 5 പേരെയും വേണമെങ്കിൽ RTMലൂടെ സ്വന്തമാക്കാം എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്യാം എന്നുള്ളതുകൊണ്ട്. പല താരങ്ങളും ചിലപ്പോൾ ഓപ്ഷനിൽ പോകുമ്പോൾ ഈ 18 കോടിയോ അല്ലെങ്കിൽ 14 കോടിയോ ഒന്നും കിട്ടില്ല എന്ന് തോന്നുന്ന താരങ്ങളുണ്ട് പലർക്കും, പല ഫ്രാഞ്ചൈസികളിലും. അപ്പോൾ അങ്ങനെയുള്ള താരങ്ങളെ ആയിരിക്കും ഇങ്ങനെ RTM ഉപയോഗിച്ച് സ്വന്തമാക്കാനായിട്ട് പല ഫ്രാഞ്ചൈസികളും തയ്യാറാവുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദേശ താരങ്ങൾക്ക് കൂച്ചുവിലം കിടാനായിട്ട് ഒരു വലിയ ഒരു മാറ്റം BCCI വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ IPL അല്ല, കുറെ IPL നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല വിദേശ താരങ്ങളും ഓപ്ഷനിൽ വിളിച്ചതിന് ശേഷം, അതായത് ലേലത്തിൽ ഏതെങ്കിലും ഒരു ടീം വിളിച്ചെടുത്തതിന് ശേഷം അവരെന്തെങ്കിലും ഒരു പേഴ്സണൽ കാര്യം പറഞ്ഞുകൊണ്ട് ഈ ടീമിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇഞ്ചുറി ആയിട്ട് അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിന് വേണ്ടി കളിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളാണെങ്കിൽ അതൊന്നും BCCI എതിർക്കുന്നില്ല. പക്ഷേ എന്തെങ്കിലും ഒരു പേഴ്സണൽ റീസൺ പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജെയ്സൺ റോയ്, അദ്ദേഹം 2 കോടി രൂപയ്ക്കാണ് കഴിഞ്ഞ വർഷം IPL ഓപ്ഷനിൽ വിറ്റുപോയത്. പക്ഷേ ആ 2 കോടി രൂപ പോരാ എന്നുള്ളൊരു തോന്നൽ കാരണം അദ്ദേഹം ആ ഒരു പേഴ്സണൽ കാര്യം പറഞ്ഞുകൊണ്ട് ആ ഒരു IPL പങ്കെടുത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വിളിച്ചെടുത്ത ടീമിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു കോമ്പിനേഷന്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ ഇത് വിളിച്ചെടുക്കുന്നത്. അപ്പോൾ അവർക്കത് വലിയ നഷ്ടം സംഭവിക്കുന്നു. അപ്പോൾ ഈ ഫ്രാഞ്ചൈസി ഓണർമാരും BCCയുമായിട്ട് നടന്ന മീറ്റിംഗിൽ അവർ ഏറ്റവും അധികം പറഞ്ഞത് ഇങ്ങനെയുള്ള താരങ്ങളെ എന്തെങ്കിലും ഒരു ആക്ഷൻ അവർക്കെതിരെ എടുക്കണമെന്നുള്ളതാണ്. അതിന് കൃത്യമായ ഒരു ആക്ഷൻ BCCI എടുക്കാൻ പോവുകയാണ്. ഇനി ഏതെങ്കിലും ഒരു താരം ഓപ്ഷനിൽ ലേലത്തിൽ വിളിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം പേഴ്സണൽ റീസൺസ് ഒക്കെ പറഞ്ഞു, ഇഞ്ചുറി ഒന്നും നമുക്ക് ഒരിക്കലും തടയാൻ പറ്റില്ല, അല്ലാതെ എന്തെങ്കിലും ഒരു വാലിഡ് അല്ലാത്ത ഒരു റീസൺ പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാറുകയാണെങ്കിൽ അദ്ദേഹത്തിനെ 2 വർഷത്തേക്ക് ബാൻ ചെയ്യാനുള്ള ഒരു തീരുമാനം BCCI എടുത്തിരിക്കുകയാണ്. മറ്റൊരു വിദേശ താരങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവർ പലരും, നല്ല വിദേശ താരങ്ങളിൽ പലരും, എസ്പെഷ്യലി ഓസ്ട്രേലിയൻസ് ആണ് അങ്ങനെ കൂടുതലും കണ്ടിട്ടുള്ളത്, അവർ ഈ മെഗാ ഓപ്ഷനിൽ പങ്കെടുക്കാറില്ല. മെഗാ ഓപ്ഷനിൽ അവർ പേര് കൊടുക്കാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മെഗാ ഓപ്ഷനിൽ ഒരുപാട് അവൈലബിലിറ്റി ഉണ്ട് എല്ലാ ടീമുകൾക്കും. അതുകൊണ്ട് തന്നെ ഇവർ വിചാരിക്കുന്ന ഒരു എമൗണ്ട് ലേലത്തിൽ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ ഒരു മിനി ഓപ്ഷൻ വരുമ്പോൾ ആ മിനി ഓപ്ഷനിലേക്ക് ഒരു വലിയ തുകയ്ക്ക് ഇവർ വിറ്റ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 25 crores മിച്ചൽ സ്റ്റാർക്കിനെ കൽക്കട്ട സ്വന്തമാക്കിയത്. അപ്പോൾ അതുപോലെ അതൊരു മിനി ഓപ്ഷൻ ആയിരുന്നു. അപ്പോൾ മെഗാ ഓപ്ഷനിൽ ഒരിക്കലും ഇത്രയും വലിയൊരു തുകയ്ക്ക് ഒരു ടീം സ്വന്തമാക്കില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ പല വിദേശ താരങ്ങളും ഈ മിനി ഓപ്ഷനിൽ മാത്രം പങ്കെടുക്കുകയും മെഗാ ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്യാതിരിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ BCCI കൊണ്ടുവന്നിരിക്കുന്ന പുതിയ നിയമം അനുസരിച്ച് മെഗാ ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്യാത്ത ഒരു താരത്തിനെയും പിന്നീട് വരുന്ന മിനി ഓപ്ഷനിൽ കൺസിഡർ ചെയ്യേണ്ട എന്നുള്ളതാണ് BCCIയുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. അത് വളരെ മനോഹരമായ ഒരു തീരുമാനമാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഇതുപോലെ പൈസ മുടക്കി കളിക്കുമ്പോൾ ഇവർ മാത്രം കുറച്ച് സ്മാർട്ടായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് BCCI അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി ഓണർമാരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഏറ്റവും വലിയൊരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ IPL കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇമ്പാക്ട് പ്ലെയർ എന്ന് പറയുന്ന ഒരു റൂള് ഉണ്ട്. ഇമ്പാക്ട് പ്ലെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം
ഒരു പ്ലെയറിനെ മാറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ കളിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ബൗളറിനെ മാറ്റിയിട്ട് ഇപ്പോൾ ആദ്യം ഫീൽഡ് ചെയ്യുന്ന ടീമാണെങ്കിൽ ആ ടീമിൽ ഇപ്പോൾ മുംബൈ ആണെങ്കിൽ അതിൽ ജസ്പ്രീത് ബുംറ ഉണ്ടെങ്കിൽ ആ ജസ്പ്രീത് ബുംറ ബൗൾ ചെയ്തതിനു ശേഷം ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് ബുംറയ്ക്ക് പകരം ഒരു ബാറ്ററെ ഉൾപ്പെടുത്താം എന്നുള്ളതിനാണ് ഈ ഇമ്പാക്ട് പ്ലെയർ എന്ന് പറയുന്നത്. അത് തന്നെ ഇപ്പോൾ ഇവർ ബാറ്റ് ചെയ്യുന്ന സമയം മുംബൈ ബാറ്റ് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ അതിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ബാറ്റ്സ്മാനെ മാറ്റിയിട്ട് അദ്ദേഹം ബാറ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിനെ മാറ്റിയിട്ട് ബോൾ ചെയ്യുന്ന സമയത്ത് ബുംറയെ വീണ്ടും ബോൾ ചെയ്യിക്കാം എന്നുള്ളതാണ്. അതായത് ഫലത്തിൽ 12 പേരെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ ഇമ്പാക്ട് പ്ലെയറിന്റെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടുണ്ടാവുന്ന ഒരു ദോഷവശം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ദോഷവശം എന്ന് പറയുന്നത് ഈ ഓൾറൗണ്ടേഴ്സിന്റെ ചാൻസ് കുറയുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഓൾറൗണ്ടേഴ്സിന് ആവശ്യം വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടീമിനും 6 or 5 ബൗളേഴ്സിനെ ഇതിൽ ഈസി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓൾറൗണ്ടേഴ്സിന്റെ എണ്ണം കുറയുന്നു എന്നുള്ള രീതിയിൽ ഒരു കംപ്ലൈന്റ് വന്നിരുന്നു. പക്ഷെ എന്തായാലും ഇമ്പാക്ട് പ്ലെയർ എന്ന് പറയുന്ന ആ റൂൾ നിലനിർത്തുകയാണ്. 2027 വരെ അത് നിലനിർത്താനാണ് ചാൻസ് എന്നാണ് BCCI വൃത്തങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് റീറ്റെൻഷൻ റൂളിൽ വന്നിരിക്കുന്നത്. ഇനി ഇതിലും കുറെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താരങ്ങളെ നിലനിർത്താനുള്ള ഒരു അവസാന തീയതി, ഈ പറയുന്ന രീതിയിൽ 6 താരങ്ങളെ നിലനിർത്താനുള്ള ഒരു അവസാന തീയതിയായിട്ട് BCCI പറഞ്ഞിരിക്കുന്നത് ഈ ഒക്ടോബർ 31 തീയതിയാണ്. അപ്പൊ അതിനു മുമ്പ് എല്ലാ ടീമുകളും അവരാരൊക്കെയാണ് നിലനിർത്താൻ, ഈ 6 താരങ്ങളെ കമ്പൽസറി ആയിട്ട് നിലനിർത്തണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വേണമെങ്കിൽ ഒരു ടീമിന് 3 താരങ്ങളെ നിലനിർത്താം, 4 പേരെ നിർത്താം, എങ്ങനെ വേണമെങ്കിൽ നിർത്താം. അപ്പോൾ അത് ഓരോരുത്തരുടെ തീരുമാനം അനുസരിച്ച് അവർക്ക് എടുക്കാൻ സാധിക്കും. പക്ഷേ കൂടുതൽ താരങ്ങളെ നിലനിർത്തി കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സിലുള്ള എമൗണ്ട് കുറയും. കുറച്ച് താരങ്ങളെയാണ് നിലനിർത്തുന്നതെങ്കിൽ ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് ചോയ്സ് ഉണ്ടാവും. കാരണം ഒരുപാട് എമൗണ്ട് ആ ടീമിന്റെ കയ്യിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് IPL പുതിയ ഈ താരങ്ങളെ നിലനിർത്താനുള്ള ഒരു നിയമം വന്നിരിക്കുന്നത്. ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.